ഉള്ളത്, പുത്രനോടോ നിന്റെ രാജ്യം നിന്റെ ചെങ്കോൽ എന്നുമെന്നേക്കുമുള്ളത്. അപ്പോൾ പുത്രൻ എന്നുള്ളത് പുത്രനെയും ദൈവമെന്ന് തന്നെയാണ് പിതാവ് വിളിക്കുന്നത്. അപ്പോൾ അത് ജനനം കൊണ്ടുള്ള പുത്രത്വമല്ല, നിത്യമായ സ്ഥാനം കൊണ്ടുള്ള പുത്രത്വമാണ്. ജനിപ്പിച്ചതല്ല, നിത്യമായി നിലനിൽക്കുന്നതാണ്. സൃഷ്ടിച്ചതല്ല, സ്വയംഭൂവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കഴിയുന്ന മലയാളത്തിൽ തന്നെ ചോദിക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് മൂസ, കോട്ടയം. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏതാണ്ട് 50 വർഷത്തോളം കോട്ടയം ജില്ലയിലെ അതിപുരാതനമായ റോമൻ കത്തോലിക്ക കുടുംബാംഗമായിരുന്നു. ഞാനിപ്പോൾ സത്യദീന ഇസ്ലാമിലേക്ക് വന്നിട്ടിപ്പോൾ 10 വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു സംശയം. ഇന്ന് നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാരുടെ ഇടയിൽ ധാരാളം ബൈബിളുകൾ കാണുന്നുണ്ട്. അവയെല്ലാം പല രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സത്യമായ ബൈബിൾ ഏതാണെന്നൊന്ന് വിശദീകരിച്ചാൽ വേണ്ടി. ആരോടാണ് ചോദിക്കുന്നത്? നമ്മുടെ ജോസഫ് സാറിനോട്. പ്രിയ കത്തോലിക്ക സഭയിൽ നിന്ന് വന്ന ഒരു സഹോദരനായതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത്. ക്രിസ്ത്യാനികൾ സുവിശേഷവും ബൈബിളും വിശ്വസിക്കുന്ന, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്ത, മരിച്ചവരോടുള്ള പ്രാർത്ഥനയിലും പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥനയിലും വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികൾക്ക് 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കത്തോലിക്കർക്ക്, അദ്ദേഹം പറയുന്ന അതിൽ നിന്നാണ് എനിക്കറിയാം, അതിന്റെ പോയിന്റ് മനസ്സിലായി. കത്തോലിക്കർക്ക് അപ്പോക്രിഫ എന്ന് പറയുന്ന ഒരു ചില പുസ്തകങ്ങൾ കൂടെ ഈ 66 പുസ്തകങ്ങളോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോക്രിഫ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹിഡൻ ബുക്സ്, മറയ്ക്കപ്പെട്ടത് എന്നാണ്. അപ്പോക്രിഫ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. മലാഖി പ്രവചനം എഴുതിയ BC 450 മുതൽ യേശു പുതിയ നിയമത്തിന്റെ കാലഘട്ടമായ ആ സമയം വരെയുള്ള 450 വർഷങ്ങളിൽ പല വ്യക്തികൾ രചിച്ച കെട്ടുകഥകളാണ് അപ്പോക്രിഫ. ആ പുസ്തകങ്ങളെ ക്രിസ്ത്യാനികൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ബൈബിളിന്റെ ദൈവനിശ്വസ്തമായ പുസ്തകങ്ങളല്ല, കേവലം കെട്ടുകഥകൾ മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. Question from the ladies side. My name is Minazil. KS Koisan. Joseph. 2000ಕ್ಕೆ ಲೋಕ ಅವಸಾನವಾಗುತ್ತದೆ ಎಂದು ಕ್ರೈಸ್ತ ಸಹೋದರ ಹೇಳಿರುತ್ತಾರೆ. ಆದರೆ ಹಾಗೆ ಸಂಭವಿಸಲಿಲ್ಲ. ಹಾಗಾದರೆ ಕ್ರೈಸ್ತರು ಹೇಳಿದ್ದು ಸುಳ್ಳ? ചോദിക്കുന്നത് 2000-ൽ ലോകാവസാനം സംഭവിക്കുമെന്നാണ് ക്രൈസ്തവ വിശ്വസിക്കുന്നത്. ഇത് സംഭവിച്ചിട്ടില്ല എന്നാണ്. അതിനെപ്പറ്റി കമന്റ് ചെയ്യാം. ಕ್ರೈಸ್ತ ಸಹೋದರರು ಹೇಳಿರ್ಬೋದು. ನಿಜವಾಗಿ ನೀವು ಅವರ ಹತ್ರವೇ ಆ ಪ್ರಶ್ನೆಯನ್ನು ಕೇಳಬೇಕಾದದ್ದು. ಸತ್ಯವೇದದಲ್ಲಿ ಎಲ್ಲಿಯೂ ಇಂಥ ವರ್ಷದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನು ಪುನಃ ಬರ್ತಾನಂತ ಬರೀಲಿಲ್ಲ. ಲೋಕವು ಅಂತ್ಯವಾಗ್ತದೆ ಅಂತ ಬರೀಲಿಲ್ಲ. ಕೆಲವರು ಹಾಗೆ ಅನುಮಾನಿಸುತ್ತಾರೆ. ಮಾತ್ರವಲ್ಲ, ಇದಕ್ಕಿಂತ ಮುಂಚೆ ಮಾತನಾಡಿದ ವೇದ ಪಂಡಿತರು ಹೇಳಿದ ಹಾಗೆ ಆ ದಿನ, ಆ ಗಳಿಗೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ, ಯಾರಿಗೂ ಅದನ್ನು ತೋರಿಸಿಕೊಡಲಿಲ್ಲ. ಅದನ್ನು ತಂದೆಯಾದ ದೇವರು ಮಾತ್ರ ತಿಳಿಯೋನು ಎಂದು ಬಹಳ ವ್ಯಕ್ತವಾಗಿ ಇದೇ ವೇದಿಕೆಯಿಂದ ಹೇಳಿದರು. ಅದನ್ನು ನಂಬಬೇಕಾಗಿದೆ. ನೆಕ್ಸ್ಟ್ ಕ್ವಶನ್ ಫ್ರಮ್ ಎಸ್ ಸೆಕ್ಷನ್. My name is P.A. Hamid Padbidri. So my question goes to both of speakers, Mr. K.S. Joseph and M.M. Akbar. So I want to know, so what is Quranic version about second coming of Jesus Christ and in Bible? And if he comes again to this world, which religion he will propagate in Islam, in this world, whether Islam and Christianity? First answer. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, അതിനെക്കുറിച്ച് ഖുർആനിലും ബൈബിളിലും എന്ത് പറയുന്നു എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം.
യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ പരാമർശങ്ങളൊന്നുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യേശുക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവസാന നാളിന്റെ അടയാളമായി പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കടന്നു വരുന്നത്? അദ്ദേഹം കടന്നു വരുന്നത് ക്രൈസ്തവ സഹോദരന്മാർക്കും അതേപോലെ തന്നെ യഹൂദന്മാർക്കുമെല്ലാം ഉണ്ടായിരുന്ന യേശുവിനെ കുറിച്ച് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ, അഥവാ യേശുക്രിസ്തു കുരിശിൽ നറക്കപ്പെട്ടു ശപിക്കപ്പെട്ടവനായി എന്നുള്ള തെറ്റിദ്ധാരണ, അത് നീക്കിക്കളയുന്നതിന് വേണ്ടി യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ചിത്രം പരിശുദ്ധ ഖുർആനാണ് അവതരിപ്പിച്ചേക്കുന്നത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അങ്ങനെ തനിക്ക് ശേഷം കടന്നു വന്ന തന്റെ പിൻഗാമിയായ താൻ പ്രവചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതം, ആ മതത്തിനെ കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രബോധകനായി ലോകത്തിലേക്ക് അദ്ദേഹം രണ്ടാമത് കടന്നു വരുന്നതാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. ഹദീസുകളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയും അദ്ദേഹം കുരിശ് ഉടച്ചു കളയുകയും ഈ രൂപത്തിലുള്ള മിഥ്യാധാരണകളെ, കുരിശിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട മിഥ്യാധാരണകളെ തകർക്കുകയും ചെയ്യുമെന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണമായി എനിക്ക് പറയാനുള്ളത് അതാണ്. Next question, please. I have a question here. I have heard Christians say that nuns and priests do not marry because they want to marry Jesus Christ. Is this saying true? Please repeat the question. I have heard Christians say that nuns and priests do not marry because they want, I'm really very sorry, that nuns do not marry because they want to marry Jesus Christ. Is this true? To whom the question? This question is to Mr. K.S. Joseph. I will reply on his behalf because this does not need great scholarship like the other questions. It is not true that the nuns are going to marry Jesus Christ. If at all somebody gives that idea, it is very, very wrong. Jesus Christ will have a spiritual union with his church, which is described as his bride in the Bible. Individuals will not be joined to Christ in the bond of matrimony, but the church, the people of God, will be joined to Christ at his second coming. That is being misinterpreted. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ അനുവദിക്കാൻ സമയമുള്ളൂ, പെട്ടെന്നാകണം. I am Zainuddin Muhammad. I am from Ullal. I want my question to ask with dear MM Akbar. Sir, the Christians are showing the picture of their God, Isa, is really the picture of Prophet Isa. Have any proof in Holy Quran or Bible? Please explain in Malayalam.